തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നീലഗിരി വനമേഖലയിലെ നീലഗിരി കുന്നുകളിൽ സമുദ്രനിരപ്പിൽ നിന്നും 7350 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പട്ടണം. തണുത്ത കാലാവസ്ഥയും മനോഹരങ്ങളായ ടൂറിസ്റ്റ് സ്പോട്ടുകളും എന്റർടൈൻമെന്റിന് പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകളും അതോടൊപ്പം ഉല്ലസിച്ച് യാത്ര ചെയ്യുവാൻ നീലഗിരി മൗണ്ടൻ ട്രെയിനുമുള്ള മലയോര പട്ടണമായ ഊട്ടിയിലേക്കാണ് ഇന്നത്തെ യാത്ര. ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 30 പേരടങ്ങുന്ന ഒരു ഫാമിലി ട്രിപ്പായിട്ടാണ് ഊട്ടിയിലേക്ക് പോകുന്നത്. ഏകദേശം 450 കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം ഊട്ടിയിലെത്തുവാൻ. അതുകൊണ്ട് വൈകുന്നേരം 6 മണിയോടുകൂടി യാത്ര തിരിച്ചു. വെളുപ്പിന് 5 മണിയോടുകൂടി മേട്ടുപ്പാളയത്തെത്തി. ഇനി 50 കിലോമീറ്ററോളം വനമേഖലയിൽ കൂടി നീലഗിരി ചുരം കയറിയാണ് ഊട്ടിയിലേക്ക് പോകുന്നത്. രാവിലെ 6:30 ചായ കുടിക്കുവാൻ വേണ്ടിയാണ് റോഡരികിൽ വണ്ടി നിർത്തിയത്. എന്തായാലും അവിടെ വണ്ടി നിർത്തിയത് വെറുതെ ആയില്ല. കാരണം റോഡിന് കുറച്ച് താഴെയായി ഒരു കാട്ടുപോത്ത് പുല്ല് തിന്നുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് ആദ്യം കണ്ടത്. ഏറെ താമസിയാതെ തന്നെ മറ്റൊരു കാട്ടുപോത്ത് റോഡ് ക്രോസ് ചെയ്തു പോകുന്ന കാഴ്ചയും കണ്ടു. ധാരാളം വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അലസമായിട്ടാണ് അവന്റെ നടപ്പ്. ഇതിനിടയിൽ എതിരെ വന്ന ഒരു ഇരുചക്ര വാഹനത്തിലെ യാത്രക്കാരൻ അവന്റെ ദേഹത്ത് തൊട്ടിട്ട് പോകുന്ന കാഴ്ചയും കണ്ടു. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കാട്ടിലേക്കുള്ള വഴിയെ പതുക്കെ നടന്നു. കുറച്ചു സമയം നടന്ന ശേഷം ക്യാമറയ്ക്ക് പോസ് ചെയ്യാനെന്ന വണ്ണം കുറെ സമയം നോക്കി നിന്ന ശേഷം പതുക്കെ കാട്ടിലേക്ക് നടന്നു മറഞ്ഞു. അവിടെ നിന്നും കൂനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. 7 മണിയോടുകൂടി റെയിൽവേ സ്റ്റേഷനിലെത്തി. 7:45 ഊട്ടിയിലേക്കുള്ള ട്രെയിൻ. ഒരാൾക്ക് 80 രൂപയാണ് കൂനൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് ചാർജ് അടയ്ക്കേണ്ടത്. 7:45 തന്നെ നമ്മുടെ ട്രെയിൻ ഊട്ടിയിലേക്കുള്ള യാത്ര തുടങ്ങി. തുരങ്കങ്ങളും പാലങ്ങളും 5 റെയിൽവേ സ്റ്റേഷനുകളും പിന്നിട്ടാണ് നമ്മുടെ ട്രെയിൻ ഊട്ടിയിലെത്തുന്നത്. ടോയ് ട്രെയിൻ എന്ന് വിളിപ്പേരുള്ള നീലഗിരി മൗണ്ടൻ റെയിൽവേ ട്രെയിനിന്റെ ആസ്ഥാനം മേട്ടുപ്പാളയമാണ്. മേട്ടുപ്പാളയത്തു നിന്നും സഞ്ചരിക്കുമ്പോൾ 13 റെയിൽവേ സ്റ്റേഷനുകളും 16 ടണലുകളും 250ഓളം ചെറുതും വലുതുമായ പാലങ്ങളും കടന്നാണ് ട്രെയിൻ ഊട്ടിയിലെത്തുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള മലയോര തീവണ്ടിയായ നീലഗിരി മൗണ്ടൻ ട്രെയിൻ 1908 പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. മേട്ടുപ്പാളയം മുതൽ കൂനൂർ വരെ കുത്തനെയുള്ള കയറ്റമായതിനാൽ റാക്ക് ആൻഡ് പിനിയൻ സംവിധാനം ഉപയോഗിച്ചാണ് തീവണ്ടി മല കയറുന്നത്. കൂനൂർ വരെ ആവി എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. കൂനൂർ മുതൽ ഊട്ടി വരെ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചാണ് ട്രെയിൻ ഓടുന്നത്. രാവിലെ 7:10 മേട്ടുപ്പാളയത്തു നിന്ന് യാത്ര ആരംഭിക്കുന്ന ട്രെയിൻ ഏകദേശം 5 മണിക്കൂറെടുത്താണ് 46 കിലോമീറ്റർ സഞ്ചരിച്ച് 12 മണിയോടെ ഊട്ടിയിലെത്തുന്നത്. ഇതിൽ കൂനൂർ വരെ കുത്തനെയുള്ള മല കയറി വനത്തിനുള്ളിൽ കൂടിയാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത്. കൂനൂർ മുതൽ ഊട്ടി വരെ പൈൻമരക്കാടുകളുടെയും തേയിലത്തോട്ടങ്ങളുടെയും ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാം.
രാവിലെ 7:45 കൂനൂരിൽ നിന്നും പ്രയാണം ആരംഭിച്ച നീലഗിരി മൗണ്ടൻ ട്രെയിൻ 9 മണിയോടെ ഉദകമണ്ഡലത്തിലെത്തി. ഉദകമണ്ഡലം എന്നത് ഊട്ടിയുടെ ഔദ്യോഗിക പേരാണ്. ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ട്. മേട്ടുപ്പാളയത്തേക്ക് തിരികെ പോകുന്ന ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള തിരക്കാണ്. എന്തായാലും ഊട്ടിയിൽ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ പൈതൃക ട്രെയിനിലെ യാത്ര ഒരു പ്രത്യേക അനുഭവമായിരിക്കും. ഫോട്ടോകളൊക്കെ എടുത്ത് കുറച്ചു സമയം അവിടെ ചെലവഴിച്ചപ്പോഴേക്കും നമുക്ക് പോകുവാനുള്ള ബസ് എത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ ഫ്രഷപ്പ് ആകുവാനും സ്റ്റേ ചെയ്യുവാനും വേണ്ടി ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ റോയൽ സ്റ്റാൻഡിലേക്കാണ് പോയത്. പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് സൈഡ് സീനുകൾ കാണുന്നതിന് വേണ്ടിയുള്ള യാത്രയിൽ ആദ്യം ടീ ഫാക്ടറിയിലേക്കാണ് പോയത്. തേയില ഫാക്ടറിയിൽ കയറുവാൻ 20 രൂപയുടെ ടിക്കറ്റും എടുക്കണം, കയ്യിൽ ടാഗും കെട്ടണം. തേയില ഫാക്ടറിയും കണ്ട് ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം ഫാക്ടറി പരിസരത്തെ വിവിധ ആക്ടിവിറ്റീസുകൾ ആസ്വദിക്കുകയും ചെയ്യാം. തേയില ഫാക്ടറിയിൽ നിന്നും ദൊത്തപ്പെട്ട വ്യൂ പോയിന്റിലേക്കാണ് പോയത്. എത്ര കിലോമീറ്റർ വരും? 3.5 കിലോമീറ്റർ. മെയിൻ റോഡിൽ നിന്നും ഊട്ടിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ജീപ്പിൽ ഏകദേശം 4 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് വ്യൂ പോയിന്റിലെത്തുന്നത്. ഒരാൾക്ക് 100 രൂപയാണ് ജീപ്പ് യാത്രയ്ക്ക് ഈടാക്കുന്നത്. വ്യൂ പോയിന്റിലേക്ക് പ്രവേശിക്കണമെങ്കിൽ 10 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ആ കാണുന്ന വ്യൂ പോയിന്റിൽ കയറി നോക്കിയാൽ കൂനൂരിന്റെയും ഊട്ടി പട്ടണത്തിന്റെയും വിദൂര കാഴ്ചകൾ കാണാം. ദൊത്തപ്പെട്ട വ്യൂ പോയിന്റിൽ നിന്നും താമസിക്കുന്ന ഹോട്ടലിലെത്തി ലഞ്ചും കഴിച്ചിട്ടാണ് ലേക്കിനരികിലേക്ക് പോയത്. ലേക്കിനരികിൽ ബോട്ടിംഗ് നടക്കുന്ന ഭാഗത്തേക്ക് പോകണമെങ്കിൽ 20 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പിന്നീട് പോയത്. 100 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. വിവിധ തരത്തിലുള്ള പൂക്കളുടെയും പുൽത്തകടികളുടെയും ഭംഗി ആസ്വദിച്ച് ഒരുപാട് സമയം നമുക്കിവിടെ ചെലവഴിക്കാം. കുട്ടികളോടൊപ്പമാണ് വരുന്നതെങ്കിൽ കൂടുതൽ ഉല്ലാസകരമാക്കാം. ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകൾ കണ്ട് രാത്രി 8 മണിയോടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. പിറ്റേന്ന് രാവിലെ തന്നെ തിരികെ പോകുവാനുള്ള തയ്യാറെടുപ്പായി. അങ്ങനെ രാവിലെ 8 മണിയോടെ ഊട്ടിയിൽ നിന്നും യാത്ര തിരിച്ചു. ഗൂഡല്ലൂർ വയനാട് വഴിയാണ് തിരികെ വരുന്നത്. ഗൂഡല്ലൂർക്ക് വരുന്ന വഴിയുള്ള ആദ്യത്തെ സൈഡ് സീനായ പൈൻ ഫോറസ്റ്റിലെത്തി. 30 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്.
ഷൂട്ടിംഗ് പോയിന്റിലാണ് പിന്നീട് എത്തിയത്. ഇവിടെ കയറണമെങ്കിലും 30 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ഷൂട്ടിംഗ് പോയിന്റും കഴിഞ്ഞ് തമിഴ്നാട്ടിലെ തന്നെ ഒരു ചെറിയ അണക്കെട്ടിന് മുന്നിലൂടെ സഞ്ചരിച്ച് ഉച്ചയോടുകൂടി സുൽത്താൻ ബത്തേരിയും കഴിഞ്ഞ് മീനങ്ങാടിയിലെത്തി. മീനങ്ങാടിയിൽ വനിതകൾ നടത്തുന്ന ഊട്ടുപുര എന്നു പേരുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത്. പേര് പോലെ തന്നെ വാഴയിലയിൽ വൃത്തിയുള്ള നല്ല രുചികരമായ ഭക്ഷണം, നല്ല പെരുമാറ്റം, മിതമായ റേറ്റ്. ബ്രിട്ടീഷുകാർക്ക് താമരശ്ശേരി ചുരം നിർമ്മിക്കുവാൻ വഴികാട്ടിയായ കരിന്തണ്ടന്റെ സ്മാരകത്തിലാണ് പിന്നീടെത്തിയത്. കരിന്തണ്ടന്റെ സ്മാരകത്തിന് എതിർവശത്തായി ഒരു അഡ്വഞ്ചർ പാർക്കുമുണ്ട്. മനോഹരമായ ഒരു ഊട്ടിയാത്രയുടെ ഓർമ്മകളും പേറി താമരശ്ശേരി ചുരമിറങ്ങി ഇനി നാട്ടിലേക്ക്. കേട്ടിട്ടില്ല.